നമസ്കാരം. നമ്മളിന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് ടാലി പ്രൈമോ അല്ലെങ്കിൽ നമ്മൾ ടാലി ERP9 ഉപയോഗിച്ചിട്ട് നമ്മൾ GST റിപ്പോർട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് എറേഴ്സോ അല്ലെങ്കിൽ മിസ്മാച്ചോ വരാറുണ്ട്. അതായത് നമ്മൾ GST റിപ്പോർട്ടിൽ ചിലപ്പോൾ മിസ്മാച്ച് അല്ലെങ്കിൽ എറേഴ്സ് വരാറുണ്ട്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാവുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളിത് കംപ്ലീറ്റ് ആയി കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു GST റിപ്പോർട്ട് എടുക്കുമ്പോൾ ഓരോരുത്തരും എറേഴ്സും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എന്ത് കാരണത്താലാണ് ആ എറേഴ്സ് വരുന്നത്, അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യുക എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ഗേറ്റ് ഓഫ് ടാലിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ GST റിപ്പോർട്ടിൽ അതായത് ഗേറ്റ് ഓഫ് ടാലിയിൽ നിന്ന് നേരെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, ഇപ്പോൾ ടാലി പ്രൈം ആണെങ്കിൽ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെ കാണാം സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൽ. അതിൽ GST റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ GSR1 എറേഴ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ GSR1 നിങ്ങൾക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ കണ്ടോ ഇൻക്ലൂഡിങ് HSN സമ്മറി 1, അതേപോലെ ഇൻകംപ്ലീറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻക്ലൂഡിങ് HSN സമ്മറി ഇവിടെ 0 ആയി മാറണം. അതായത് ഇവിടെ ഒരിക്കലും ഒരു 1 പ്രൊജക്റ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. കാരണം ഇവിടെ ഈ താഴെ ഇൻകംപ്ലീറ്റ് എന്നുള്ളതിൽ 0 ആയി മാറണം. അതേപോലെ അൺസെർട്ടൈൻ ട്രാൻസാക്ഷൻ അത് 0 ആയി മാറണം. എന്നാലും നമ്മളെ കംപ്ലീറ്റ് ഡാറ്റ നമ്മൾ എൻട്രി ചെയ്ത് കറക്റ്റാണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല നമ്മളിവിടെ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ 1 പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എറർ അവിടെ ഉണ്ട് സാധാരണ. അതേപോലെ തന്നെ അൺസെർട്ടൈൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 ഇത് എററായി കിടക്കുന്നുണ്ട്. അത് നിങ്ങൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഇൻകംപ്ലീറ്റ് HSNൽ ആദ്യം പോയി നോക്കാം. അപ്പോൾ എന്താ ഈ പ്രോബ്ലം നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി ചെയ്താൽ കാണാം നിങ്ങൾ, അതായത് HSN സാക്ക് ആണ് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ കൊടുത്തതിൽ കാണാം HSN സാക്ക് ഈസ് എംപ്റ്റി. അതായത് നമ്മൾ ഈ എൻട്രി എഴുതാ ഇപ്പോൾ മൗസ് എന്ന് പറഞ്ഞ ഐറ്റത്തിൽ HSN എൻട്രി ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ബില്ലിലേക്ക് വരിക. അതായത് നമ്മൾ ഈ ബില്ല് എടുക്കുക. അതായത് നമ്മൾ 1 ഏപ്രിൽ B2C 2 അതായത് കസ്റ്റമർക്ക് കൊടുത്ത 2ാമത്തെ ബില്ലിലാണ് ഈ ഒരു എറർ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ ആ ബില്ലിലേക്ക് പോവുക. അപ്പോൾ നമ്മളിവിടെ എസ്കേപ്പ് അടിച്ചിരുന്ന നേരെ നമ്മൾ ഡിസ്പ്ലേയിൽ പോവുക. എന്നിട്ട് നമ്മൾ ആ ബില്ല് എടുക്കുക. നമ്മളെ സെയിൽസിൽ രജിസ്റ്റർ എടുക്കുക. നമുക്ക് ആ ബില്ലിലേക്ക് പോവാം. നമുക്കതിൽ B2C 2ാമത്തെ ബില്ലാണ്. ഈ ബില്ലിലാണ് എറർ വന്നിട്ടുള്ളത്, B2C 002 എന്നുള്ളത്. അപ്പോൾ നമ്മൾ താഴെ വരിക. അപ്പോൾ നമ്മളിവിടെ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം നമുക്ക് ഈ മൗസ് അതായത് ഈ ഒരു അതായത് ഇതിൻ്റെ ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു ഐറ്റം ആൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമ്മൾ കൺട്രോൾ എൻ്റർ അടിക്കുക. അത് നമുക്ക് ആൾട്ടർ ചെയ്യണം. നമുക്ക് HSN കോഡ് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ കൺട്രോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആൾട്ടർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ GST ഡീറ്റെയിൽസിൻ്റെ അവിടെ വന്നിട്ട് ഉണ്ടോ ഇവിടെ യെസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ HSN കോഡ് കൊടുത്തിട്ടില്ല നിങ്ങൾ, അതുകൊണ്ടാണ് ആ പ്രോബ്ലം അവിടെ വന്നത്. അപ്പോൾ നമ്മൾ HSN കോഡ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഞാൻ 6804 ആണെങ്കിൽ HSN കോഡ് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഡേറ്റ് ചോദിക്കും. അപ്പോൾ നിങ്ങൾ 1/4 തന്നെ കൊടുക്കുക. നിങ്ങൾ ഏതാണ് ആ കമ്പനി തുടങ്ങുന്നത് ആ ഡേറ്റ് തന്നെ കൊടുക്കുക. കാരണം എന്നിട്ട് സേവ് ചെയ്യാം. എന്നിട്ട് കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ അതായത് GSTയുടെ റിപ്പോർട്ടിൽ പോയി നോക്കാം. അപ്പോൾ നമുക്ക് അവിടെ എന്താണ് നമുക്ക് അതിൻ്റെ ഒരു മാറ്റം വന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ ഇൻക്ലൂഡിങ് HSN സമ്മറി 2 ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നമ്മൾ 2 ബില്ലും ക്ലിയർ ആയിട്ടുണ്ട്. ഇവിടെ 0 ആണ്. അതായത് 0 ആണ്. അതായത് നമുക്കൊരു അതായത് ഒരു എററും ഇല്ല. ഇപ്പോൾ അത് HSNൻ്റെ ആ ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയി ചെയ്തത്. അപ്പോൾ ഇവിടെ 0 ആയി മാറണം. ആ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത താഴെ നമുക്ക് അൺസെർട്ടൈൻ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ് കണ്ടു. അവിടെ വന്നിട്ട് എൻ്റർ ചെയ്യാം. അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ B2B ബില്ലിൽ അതായത് B2B ബില്ലിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതുപോലെ B2C 001 ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതേപോലെ B2C 003 ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ഫസ്റ്റ് ബില്ലൊന്ന് എൻ്റർ ചെയ്യാം. അപ്പോൾ അവിടെ കാണാം നമുക്ക് നമ്മളെ വെരിഫൈ ദ പാർട്ടി GSTN. അപ്പോൾ നമ്മൾ B2B ബില്ലിൽ നമ്മൾ അതായത് GST നമ്പർ കൊടുക്കാത്ത പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ആ പാർട്ടിയുടെ GST നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മൾ വീണ്ടും നമ്മൾ ആ ബില്ലിലേക്ക് വരിക. അതായത് നമ്മൾ ആ ബില്ലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഗോ ടു അടിച്ചാൽ മതി. ഗോ ടു അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ സെയിൽസ് രജിസ്റ്റർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അവിടെ വൗച്ചർ മാസ്റ്റർ ആൻഡ് വൗച്ചർ സ്റ്റാറ്റിക്സിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സെയിൽസിൽ വരിക. അതായത് സെയിൽസ് B2B ആണ് നമ്മളെ പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ബില്ല് അതായത് ഈ ബില്ലിലാണ് നമ്മൾ എന്ത് HSN അതായത് നമ്മൾ GSTN കൊടുക്കാത്തത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് വരിക. അപ്പോൾ നമ്മൾ കാണാം ഇവിടെ GSTN നമ്പർ കൊടുക്കാത്തതുകൊണ്ടാണ് ആ പ്രോബ്ലം വന്നത്. അപ്പോൾ നമ്മൾ GSTN എൻ്റർ ചെയ്യുക. അപ്പോൾ GSTN എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. കൺട്രോൾ അടിച്ചിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് എസ്കേപ്പ് അടിച്ചിട്ട് വീണ്ടും നിങ്ങൾ ഡിസ്പ്ലേയിൽ വരിക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു എററിൽ ഇപ്പോൾ 2 മാറി. അതായത് നമ്മൾ ആ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇനി 2 പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇതിലുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബില്ലും കൂടി എൻ്റർ ചെയ്യുക. അപ്പോൾ ഇതിലും വെരിഫൈ GSTN എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ B2C ബില്ലാവുകൊണ്ട് വെരിഫൈ GSTN പ്രോബ്ലം അല്ല. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായി കൊടുത്ത പ്രശ്നമാണ്. അതായത്
ഒരു B2C ബില്ല് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ റെഗുലറായി ഒരിക്കലും കൊടുക്കരുത്. അത് കൺസ്യൂമറോ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡോ കാണിക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആ ബില്ല് ഇപ്പോൾ B2B ബില്ലാണെങ്കിൽ കുഴപ്പമില്ല. അതായത് നമ്മൾ രജിസ്റ്റേർഡ് ഡീലർക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ GST അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ റെഗുലർ, അതായത് നമ്മളെ B2C ബില്ലായതുകൊണ്ട് അവിടെ കസ്റ്റമറെ ആയിട്ട് സെലക്ട് ചെയ്യണം. നമ്മൾ റെഗുലറായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഒരു ബില്ല് എടുക്കുക, B2C 00 ആണ്. അപ്പോൾ ഗോ ടുവിൽ പോവുക. എന്നിട്ട് നമ്മൾ വൗച്ചർ സ്റ്റാറ്റിക്സിൽ വരിക, അതായത് മാസ്റ്റർ ആൻഡ് വൗച്ചർ സ്റ്റാറ്റിക്സ്, അതിൽ B2C. ആ B2Cയിൽ നിങ്ങൾ ഏതാ 001 ആണ് നമ്മളെ പ്രോബ്ലം, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ അരുൺ എന്ന് പറഞ്ഞ ആളെ ഉണ്ടോ, നമ്മൾ അരുണിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കൺട്രോൾ എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ താഴെ കാണാം നമുക്ക് രജിസ്ട്രേഷൻ ടൈപ്പ് എന്ന് കാണണം ഇവിടെ. അതായത് നമ്മളിവിടെ ഈ താഴെ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ടൈപ്പ് അത് കൺസ്യൂമറാക്കി മാറ്റണം. എന്നിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എസ്കേപ്പ് അടിച്ചിട്ട് വീണ്ടും വരിക. അപ്പോൾ നമുക്ക് ആകെ ഒരു എറർ മാത്രമേ ഉള്ളൂ. അതായത് ആകെ ഒരു എറർ മാത്രമേ കാണുള്ളൂ. അതായത് അൺസർട്ടൻ ട്രാൻസാക്ഷൻ കറക്ഷൻ നീഡഡ് പറഞ്ഞിട്ട് ഒറ്റൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ സുരേഷ് എന്ന് പറഞ്ഞ ആളുടെ, അതായത് ആ ബില്ലിലാണ് വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവിടെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ഇവിടെ ഒരു പ്രോബ്ലം വന്നു. ചിലപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ 001 നമ്മൾ അറിയാതെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ബില്ല് പ്രകാരം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു 001 ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചിട്ട് അതിവിടെ ഒന്നുകൂടി നമ്മൾ അതായത് നമ്മൾ റീകമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ Alt W അടിച്ച് കഴിഞ്ഞാൽ ആ ഡിഫറൻസ് അവിടെ കറക്റ്റ് ആവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സേവ് ചെയ്യുക. അതായത് ഒന്നുകൂടി ഞാൻ പറയാം, അതിന് എസ്കേപ്പ് എടുത്ത് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമ്മൾ ചിലപ്പോൾ ബില്ല് പ്രകാരം എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കാൽക്കുലേറ്റർ കൂട്ടിയിട്ട് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 001 ഡിഫറൻസ് വരും. ഓട്ടോമാറ്റിക് അത് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെ ഒരു എറർ ചിലപ്പോൾ പർച്ചേസ് ബില്ലിലൊക്കെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ വരാറുണ്ട് ഇങ്ങനെ ഒരു എറർ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മിസ്മാച്ച് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, Alt W, അതായത് ഇവിടെ Alt F5 ആണ് ടാലി ERP9, ഇവിടെ Alt W ആണ്. Alt W അടിക്കുക. അപ്പോൾ ആ ഡിഫറൻസ് അവിടെ അതായത് പോയി കിട്ടും. നിങ്ങൾ സേവ് ചെയ്യാം. അപ്പോൾ നമ്മളെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ എറർ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, നമുക്ക് കൺട്രോൾ Alt E അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സേവ് ചെയ്യാം. അതായത് Alt E അടിച്ചിട്ട് നമുക്ക് ഈ റിപ്പോർട്ടായിട്ട് JSON ഫയലായിട്ട് മാറ്റാം. പിന്നെ നമ്മുടെ ഈ ഒരു ടാലി പ്രൈമിൽ നമ്മളെ പുതിയ, അതായത് ഇതിൽ HSൻ്റെ റേറ്റ് വൈസ് ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ടാലി പ്രൈം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നിങ്ങൾക്ക് GSTയിലേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ടാലിയുടെ പ്രൈമിന് 2.0 വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഫുള്ളായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് HSN സമ്മറി, അതുപോലെ HSൻ്റെ റേറ്റ്, ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി എറേഴ്സ് ഉണ്ടാവില്ല. ഇനി ടാലി പ്രൈമിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എറേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞാൽ ഇവിടെ ഈ രണ്ട് കേസും നിങ്ങൾ 0 ആണെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് വേണം എക്സ്പോർട്ട് ചെയ്യാൻ. അതായത് നിങ്ങളുടെ ഡാറ്റ JSON ഫയലാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ HSN എന്നുള്ള സമ്മറി 0 ആയിരിക്കണം. അതേപോലെ അൺസർട്ടൻ ട്രാൻസാക്ഷൻ ഇവിടെ രണ്ടും 0 ആയിരിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്തായാലും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോമൺ പ്രോബ്ലങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ള കാര്യം മനസ്സിലായി വിചാരിക്കണം. അപ്പോൾ എന്തായാലും നന്ദി, നമസ്കാരം.